ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബിസ്ക്കറ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, കറാച്ചി ബിസ്ക്കറ്റ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇതിൽ നിറച്ചും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ കസ്റ്റാർഡൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ യെല്ലോ കളർ മാറിയിട്ടൊരു വൈറ്റിഷ് കളറിലേക്ക് വരണം. അതുവരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പോ അതിൽ അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/3 കപ്പ് എടുത്താലും മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരണം. ഇതൊക്കെയാണ് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പ്രോപ്പർ ടെക്സ്ചറൊക്കെ കിട്ടാൻ സഹായിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് ഒരു സ്പാച്ചില വെച്ചിട്ട് നീക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/8 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പാലുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. പൈനാപ്പിൾ എസൻസ് ഇല്ലെങ്കിൽ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതോ ഒക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഹാൻഡ് മിക്സർ നമുക്ക് മാറ്റിയിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹാൻഡ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് മൈദ, അതിൻ്റെ കൂടെ 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ, വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒന്ന് സീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നാൽ മാത്രമേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സീവ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഫ്ലോർ കൂടുതലാണെന്നൊക്കെ തോന്നും, പക്ഷേ അത് കറക്റ്റാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൽ തന്നെ നന്നായിട്ട് മിക്സായി വന്നോളൂ. ഒരു ഡോ പോലെ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ കുറച്ച് നേരം എടുത്തിട്ട് തന്നെ ഒന്ന് സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ ആകുമ്പോൾ നമുക്കിതിലേക്ക് 1/3 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും 2 ടേബിൾ സ്പൂൺ കാഷ്യൂസ് ഒന്ന് കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിത് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലോഗ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൈ വെച്ച് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് നന്നായിട്ട് തന്നെ ഒന്ന് കൂട്ടി യോജിച്ച് വന്നിട്ടുണ്ട്. ഇതൊരു ഡോ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ക്ലിങ് ഫിലിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് പരത്തി ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു നീളത്തിലും വീതിയിലൊക്കെ ആക്കിയിട്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. ഇനി ഇത് ക്ലിങ് ഫിലിം തന്നെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടി നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ 2 hours കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും. അപ്പം ഈ ഒരു ലോഗ് പോലെ ഉള്ള ഈ ഒരു പീസിനെ നമ്മൾ ഇനി കട്ട് ചെയ്തിട്ട് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ 2 സൈഡിൽ നിന്ന് നമുക്കത് കട്ട് ചെയ്തിട്ട് അതും ബേക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു കുറച്ച് തിക്നെസ്സിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 2-3 സെൻറ്റിമീറ്ററിലൊക്കെ തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നോർമൽ ഒരു ബിസ്ക്കറ്റിൻ്റെയൊക്കെ സൈസിൽ കണക്കായിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ ബേക്ക് ചെയ്യുന്നത് 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 35 മിനിറ്റ്സോളം ബേക്ക് ചെയ്തിട്ടാണ് എൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ
ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരു 30-35 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്കത് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ കറാച്ചി ബിസ്ക്കറ്റ്സ് ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.